ഇതിലിപ്പോൾ നടക്കുന്നത് കൃത്യമായ ചർച്ച നടക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം കൃത്യമായ ചർച്ച എന്ന് ഞാൻ പറയാൻ കാരണം കോൺഗ്രസ് പ്രസിഡൻറ്റും മുൻ പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിലുള്ള ചർച്ചയാണ് സുപ്രധാനം. അതാണ് ഒരു കോർ കമ്മിറ്റി പോലെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതുവരെ നടക്കുന്നതൊക്കെ ഓരോ നേതാക്കളുടെയും അഭിപ്രായങ്ങൾ തേടലാണ്. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ടവർ. അപ്പം നാളെ എൻ്റെ അഭിപ്രായം തേടിയില്ല എന്നൊരു നേതാവ് പറയരുത്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം തേടി എല്ലാവരും അഭിപ്രായം പറഞ്ഞു, എന്നിട്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാലതാമസം എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്നലെ അടക്കം ഞാനും ധരിച്ചത് ഇത് വല്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്ന എന്തിനാണ് ദിവസം എന്തിനീ ചർച്ച എന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരം വെച്ചുകൊണ്ടാണ് ഞാനിപ്പം 3-4 ദിവസമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാരണം കോൺഗ്രസ് പ്രവർത്തകരെ ഞാൻ ചർച്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ സംസാരിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അവരുടെ മനസ്സിലിപ്പോൾ എന്നോട് തുറന്നു പറയാറുണ്ട്. അതിൽ താങ്കൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ വൈകൽ അവർക്കൊരു അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. കാരണം കഷ്ടപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം മുഖ്യമന്ത്രിയെ കാത്തിരിക്കുക, ആരെയാണോ തോൽപ്പിച്ചത് ആ തോൽപ്പിച്ചവരെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം അസ്തമിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ താല്പര്യം? കോൺഗ്രസ് നേതാക്കൾക്കാണോ താല്പര്യം, അതോ അവർക്ക് കോൺഗ്രസിൻ്റെ ഭാവിയാണോ പ്രശ്നം? താല്പര്യമാണോ ഭാവിയാണോ? ഇങ്ങനെയൊക്കെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ കൃത്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് യഥാർത്ഥ ചർച്ച ഒരുപക്ഷെ ഇന്ന് രാത്രിയിലോ നാളെയൊക്കെ കൃത്യമായിട്ടൊരു അരമണിക്കൂറൊക്കെ അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ആ ചർച്ച നടന്നിട്ടില്ല. ഇതുവരെ ചോദിച്ച എല്ലാ അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങളെ നമ്മൾ ചർച്ചയായിട്ട് വിപുലീകരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിൽ ഇതിപ്പോൾ സമീപകാലത്ത് ഇത്രയും വലിയൊരു നീണ്ടൊരു നടപടിക്രമം ഞാൻ കണ്ടിട്ടില്ല. കാരണം സാധാരണഗതിയിൽ കേരളത്തിലെ നിയമസഭാ കക്ഷി നേതാവോ പ്രതിപക്ഷ നേതാവോ ഒക്കെ മുഖ്യമന്ത്രിയാകുന്ന കാഴ്ചയാണ്. പക്ഷേ ഇത്തവണ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. 2-3 നേതാക്കൾ ഒരുമിച്ച് വന്നതിൽ ഒരാൾ MP ആണ്. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടിച്ചേർത്ത് ആരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടതെന്നുള്ള ഒരു തർക്കം വന്നപ്പോഴാണ് ഇതിങ്ങനെ അഭിപ്രായങ്ങൾ തേടുന്നത് നീണ്ടുപോകുന്നത്. അപ്പോൾ തർക്കം പരിഹരിക്കുക എന്നൊരു സിദ്ധാന്തം കോൺഗ്രസ് ഇപ്പം ആവിഷ്കരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. തർക്കം പരിഹരിക്കുക എന്ന് വെച്ചാൽ അത് മോശമാക്കുക എന്നുള്ളതല്ല. കാരണം ഒരു തർക്കമുണ്ട്, അപ്പോൾ ഒരു തർക്കം ഓൾറെഡി ഉണ്ട്. അപ്പോൾ വേറൊരു തർക്കം കൂടെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പിന്നെ ആ തർക്കം കൂടെ അങ്ങ് നേരത്തെ ഉണ്ടാക്കിയിട്ട് എല്ലാ തർക്കവും പരിഹരിച്ചിട്ട് അതിപ്പോൾ അവസാനമാകുമ്പോൾ ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലാക്കുക. അപ്പീലെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണല്ലോ ഹൈക്കമാൻഡ് എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊരു തീരുമാനം എടുത്താൽ പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ പോയിട്ട് പരാതി കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഹൈക്കോടതിയിലെ എന്തെങ്കിലും തള്ളിക്കളഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോകാം. പക്ഷേ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിൻ്റെ മുകളിൽ ആരുമില്ല, കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ മുകളിൽ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനത്തെ ഒരു അപ്പീലിനുള്ള അവസരം പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കുക. അത് ഏത് രീതിയിലാണ് വരിക എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ തർക്കം വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്താണ് ആലോചിക്കുന്നത്? നമുക്ക് ഇങ്ങനെ അഭിപ്രായം, താങ്കൾ പറഞ്ഞു ചർച്ചയിലേക്ക് കടന്നിട്ടില്ല, ഇനി അടുത്ത ഘട്ടമാണ് ചർച്ചയിലേക്ക് കടക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിയമസഭാ കക്ഷിയിലുള്ള നേതാക്കന്മാരെയൊക്കെ വിളിക്കുന്നു, MLA മാരെ വിളിക്കുന്നു, അവരോട് ചോദിക്കുന്നു, അതിന് റിപ്പോർട്ട് കൊടുക്കുന്നു, പിന്നെ ഒരു രഹസ്യ സംഘം വന്നു കേൾക്കുന്നു. അപ്പോൾ ഇങ്ങനെ സമയമെടുക്കാം. എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ച് ചോദിച്ച് പിന്നെ നമുക്ക് സൗകര്യം പോലെ ചർച്ച നടത്തി എപ്പോഴെങ്കിലുമൊക്കെ പ്രഖ്യാപിച്ചാൽ മതി. ഇവിടെ കിടന്ന് ഈ ബുദ്ധിമുട്ടുന്ന നേതാക്കന്മാരെയും അല്ലെങ്കിൽ ലോക്കൽ ലീഡേഴ്സിനെയും അണികളെയും അവരിപ്പോൾ നാണം കെടുകയോ അവർ അക്ഷമരാവുകയോ ജനങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയോ അതെന്താ നടന്നോട്ടെ. ഞങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരുടെയൊക്കെ ഓരോ ദിവസം വെച്ച് ഇങ്ങനെ വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഞങ്ങൾ ഫൈനലി ഒരു ചർച്ച നടത്തും. എന്നിട്ട് ഞങ്ങൾ ഒരു തീരുമാനം എപ്പോഴെങ്കിലും ഔട്ട് ചെയ്യും എന്ന ഒരു മട്ട് മതിയോ കേരളത്തിൻ്റെ കാര്യത്തിൽ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതായത് ചർച്ച എന്ന് പറയുമ്പോൾ 4 തീരുമാനിക്കുന്ന ഒരു ഘടകമുണ്ട് കോൺഗ്രസിൻ്റെ. ആ തീരുമാനിക്കുന്ന ഘടകങ്ങളാണ് ഞാൻ 4 നേതാക്കളുടെ പേര് പറഞ്ഞത്. ഇപ്പോൾ അതുവരെ ഇവരെ വിളിച്ചിട്ട് ഇവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ്. അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അവരോട് നിങ്ങളെ ഇന്നയാളെ മുഖ്യമന്ത്രിയാക്കിയ എങ്ങനെ ഇരിക്കുന്നു അല്ലല്ലോ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പല ഘടകങ്ങൾ ഉള്ള ചോദ്യങ്ങളായിരിക്കും. എനിക്കറിയില്ല എന്താ ചോദ്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതിൽ പങ്കെടുത്ത ഒരാൾ എന്നോട് പറഞ്ഞു, നമ്മളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു, നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നു.